ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ. നമ്മളെ ഫേമസ് കട ആയിട്ടുള്ള ഹൽ റസിക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. നടുവിലങ്ങാടിയാണ് നമ്മളെ കട വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് ആൾക്കാരാട്ടോ ഇവിടെ വരണം ഓരോ ദിവസവും. അപ്പോൾ പേര് എഴുതി വെച്ചു, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു, ഞങ്ങൾ ഓർഡർ കൊടുത്തു കേട്ടോ. ഇന്ന് ഞങ്ങൾ മന്തി റൈസ് അല്ല കേട്ടോ പറഞ്ഞത്, ഞങ്ങൾ ബിസ്വാരി റൈസാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കേട്ടോ. മന്തിത്തെ ചിക്കൻ 4 പീസും പിന്നെ ഞാനും സബ്നി ഹണി ചിക്കനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഐറ്റം വന്നിട്ടുണ്ട്, നമ്മളതല്ല അവരുടെ. ഞങ്ങൾ ഹണിയാണല്ലോ. എൻ്റെ അച്ഛൻ അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അച്ഛൻ്റെ മുഖം അങ്ങനെ ഇരിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനെ ഇതിൻ്റെ ഫാൻ ആക്കൂട്ടോ. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ വന്നായിരുന്നു, ഒന്ന് മന്തി റൈസ് അല്ലേനാ. ഈ റൈസ് എന്തായാലും അച്ഛന് ഇഷ്ടപ്പെടാതിരിക്കൂല കേട്ടോ. അപ്പോൾ എൻ്റെത് വരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടൻ്റെ കയ്യിൽ നിന്നും കൈയിട്ട് വാരി കഴിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ റൈസ് ഒറ്റയ്ക്ക് കഴിക്കാനും അതിനേക്കാളും ടേസ്റ്റാണ്. ഇത് മാത്രം കഴിച്ചാലും നമ്മളെ വയറുണ്ടെന്ന് അറിയൂട്ടോ. അപ്പോൾ നമ്മളെ ഹണി വന്നിട്ടുണ്ട്. ഹണി ഞാനൊന്ന് എടുത്ത് കഴിച്ച് നോക്കി. നമ്മളെ മയോണൈസും ഹണിയും കൂടി എടുത്തൊന്ന് കുഴച്ചാണ് കൂട്ടി കഴിച്ച് നോക്കി. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഹണി ഇഷ്ടമില്ലാത്തവർ കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ ഹണി ഫാൻ അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞ് നോക്കാത്തതാണ് ഏറ്റവും നല്ലത്. ഹണി ഫാൻ ആയൊരു മാത്രം ഹണി റൈസ് അടിപൊളി. നമ്മളെ സ്പെഷ്യൽ റൈസ് ഉള്ളതാണ്, പക്ഷേ ഹണി പോരാ, നോർമൽ അടിപൊളി. അപ്പോൾ നമ്മളെ കുട്ടൻ്റെ റിവ്യൂ കണ്ടല്ലോ. കുട്ടന് ഹണി ചിക്കൻ അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മന്തിയുടെ ചിക്കൻ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചോ. മന്തി ഫാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകുള്ളൂ കേട്ടോ. പിന്നെ ഹണിയാണോ കഴിച്ചത്? പിന്നെ മന്തി വെച്ച് കഴിച്ചില്ല. പെരിവരി ഉണ്ട്, പെരിവരി ഇവിടുത്തെ സ്പെഷ്യൽ. പെട്ടെന്ന് ഓക്കെ അല്ലേ, സെറ്റല്ല. അപ്പോൾ ഈ കടേൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ നടുവിലങ്ങാടി പുട്ടും ബീഫും കിട്ടുന്ന കടേൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.